നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക. ക്ഷമയോ, അത് നമ്മളെ കൊണ്ട് അത്രയ്ക്കങ്ങ് ദഹിക്കാത്തൊരു കാര്യമാണല്ലേ. പക്ഷേ ഇത് നന്നായിട്ട് ദഹിച്ച ഒരാളുണ്ട്, ഗാന്ധിജി. ശത്രുക്കളോട് വരെ നമ്മളോട് ശ്രമിക്കാനായിട്ട് പറഞ്ഞു തന്ന ആള്. അദ്ദേഹത്തിന്റെ ജന്മദിവസമാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്ലൊവേനിയയിലെ ഇന്ത്യൻ എംബസി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. പക്ഷേ ഇതിൽ പെർഫോം ചെയ്യുന്നത് സ്ലൊവേനിയയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. ആൻഡ് ഐ വിൽ സേ ഫോർ ഷുവർ one of the best performance that I have ever watched. എല്ലാം ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസിൽ. ഡാൻസിങ്, സിംഗിങ്, പെയിന്റിങ്, എവ്രിതിങ് ഇൻ വൺ പ്ലേസ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു മുക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ്. പക്ഷെ എനിക്കിപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി തെറ്റുകളുണ്ട്. ഒരു ലെവല് കഴിഞ്ഞത് മാത്രമേ ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് ഉള്ളൂ കേട്ടോ. ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് നമുക്ക് ഒബിയസ്ലി ക്ഷമിച്ച് വിടാൻ വേണ്ടി പറ്റും. നമുക്ക് മുറിവിന് എത്ര ആഴമുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അല്ലേ. പക്ഷെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളോട് വരെ നമ്മൾ ക്ഷമിക്കണം എന്നാണ്. അതൊക്കെ പോട്ടെ, അതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതും കുറേ ഫുഡുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതൊക്കെ എടുത്ത് വയറ് നിറച്ച് കഴിച്ച് ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഗുലാബ് ജാമുൻ കഴിച്ചു. സോ ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദ ഫുഡ്. പിടിത്തുള്ളൂ. ബൈ, ചാ.